ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അതുപോലെ 10th മെയിൻസിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു മോഡൽ എക്സാം പോലെ നിങ്ങളിത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ PSCക്ക് വേണ്ടി, അതായത് വിവിധ PSC പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം. ഉത്തരം ഓപ്ഷൻ സി 1789. 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാന ജേതാക്കളിൽ പെടാത്ത വ്യക്തി. 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാന ജേതാക്കളിൽ പെടാത്ത വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ എ ഫ്രെഡ് റാംസ്ഡെൽ. ഫ്രെഡ് റാംസ്ഡെൽ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലൂടെയാണ്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലൂടെയാണ്? ഉത്തരം ഓപ്ഷൻ എ 42. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. അടുത്ത ചോദ്യം, സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകളിൽ പെടാത്തത്. സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകളിൽ പെടാത്ത റിട്ട് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തക ഔദ്യോഗികമായി അവസാനിപ്പിച്ച നിയമം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തക ഔദ്യോഗികമായി അവസാനിപ്പിച്ച നിയമം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ചാർട്ടർ ആക്ട് 1813. 1813 ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തക ഇന്ത്യയിൽ ഔദ്യോഗികമായിട്ട് അവസാനിപ്പിച്ചത്. 1944 ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത് ആര്? 1944 ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി എസ്.എൻ. അഗർവാൾ. എസ്.എൻ. അഗർവാൾ ആണ് 1944 ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത്. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി 5ാം പദ്ധതി. 5ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ഗരീബി ഹഠാവോ. അയിത്ത നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം. അയിത്ത നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 17. 17ാം അനുച്ഛേദമാണ് അയിത്ത നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം. 2025 ഹരിവരാസനം പുരസ്കാര ജേതാവ്. 2025 ഹരിവരാസനം പുരസ്കാര ജേതാവ്. ഉത്തരം ഓപ്ഷൻ ബി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അടുത്ത ചോദ്യം, പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം. ഉത്തരം ഓപ്ഷൻ സി കറുത്ത മണ്ണ്. കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. ഇന്ത്യയിലെ 101ാമത്തെ റാംസർ സൈറ്റായ ഗ്ലാവ് തടാകം ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ 101ാമത്തെ റാംസർ സൈറ്റായ ഗ്ലാവ് തടാകം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലാണ് ഗ്ലാവ് തടാകം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി. ഉത്തരം ഓപ്ഷൻ എ റാണി ഗൗരി ലക്ഷ്മിഭായ്. റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാലത്താണ് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏത്? ഉത്തരം ഓപ്ഷൻ ബി അവസാദ ശിലകൾ. അവസാദ ശിലകളാണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ശിലകൾ. അടുത്ത ചോദ്യം, പ്രാചീന മലയാളം ആരുടെ കൃതിയാണ്? പ്രാചീന മലയാളം ആരുടെ കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. 2026 G20 ഉച്ചകോടിയുടെ വേദി. 2026 G20 ഉച്ചകോടിയുടെ വേദി.
ഉത്തരം ഓപ്ഷൻ എ മിയാമി. അമേരിക്കയിലെ മിയാമിയാണ് 2026 G20 ഉച്ചകോടിയുടെ വേദി. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ. ഉത്തരം ഓപ്ഷൻ ബി നമോ ഗ്രീൻ ട്രെയിൻ. നമോ ഗ്രീൻ ട്രെയിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല. ഉത്തരം ഓപ്ഷൻ ഡി തൃശ്ശൂർ. തൃശ്ശൂരാണ് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല. 2026 23ാമത് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഔദ്യോഗിക ചിഹ്നം. 2026 23ാമത് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഔദ്യോഗിക ചിഹ്നം. ഉത്തരം ഓപ്ഷൻ സി ഫിന്നി. ഫിന്നിയാണ് 2026 23ാമത് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഔദ്യോഗിക ചിഹ്നം. അടുത്ത ചോദ്യം, സമത്വ സമാജം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ്. സമത്വ സമാജം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് സമത്വ സമാജം. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ച ഭരണഘടനാ ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ച ഭരണഘടനാ ഭേദഗതി. ഉത്തരം ഓപ്ഷൻ സി 61ാം ഭേദഗതി. 61ാം ഭേദഗതിയിലാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ഉത്തരം ഓപ്ഷൻ ഡി ഫസൽ അലി. ഫസൽ അലി ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ വ്യാവസായിക വകുപ്പ് മന്ത്രി. കേരളത്തിലെ ഇപ്പോഴത്തെ വ്യാവസായിക വകുപ്പ് മന്ത്രി. ഉത്തരം ഓപ്ഷൻ ഡി പി കെ കുഞ്ഞാലിക്കുട്ടി. പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ വ്യാവസായിക വകുപ്പ് മന്ത്രി. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. ഉത്തരം ഓപ്ഷൻ എ പുല്ലമ്പാറ. പുല്ലമ്പാറയാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം. ഉത്തരം ഓപ്ഷൻ ഡി ആന. ആനയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ജീവകം ഡിയുടെ രാസനാമം. ജീവകം ഡിയുടെ രാസനാമം. ഉത്തരം ഓപ്ഷൻ ബി കാൽസിഫെറോൾ. കാൽസിഫെറോൾ ആണ് ജീവകം ഡിയുടെ രാസനാമം. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഉത്തരം ഓപ്ഷൻ സി ജെ തോംസൺ. ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ഡ്യൂട്ടീരിയം ഏത് മൂലകത്തിൻ്റെ ഐസോട്ടോപ്പാണ്. ഏത് മൂലകത്തിൻ്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. ഉത്തരം ഓപ്ഷൻ ബി ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം. അശ്വമേധം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. അശ്വമേധം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഉത്തരം ഓപ്ഷൻ ബി കുഷ്ഠരോഗ നിർമ്മാർജ്ജനം. കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അശ്വമേധം. മെനിഞ്ചൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം. മെനിഞ്ചൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം. ഉത്തരം ഓപ്ഷൻ സി മസ്തിഷ്കം. മസ്തിഷ്കത്തെ ബാധിക്കുന്ന രോഗമാണ് മെനിഞ്ചൈറ്റിസ്. പ്രമേഹം ബാധിച്ച കുട്ടികളുടെ സൗജന്യ ചികിത്സയ്ക്കായി കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി. പ്രമേഹം ബാധിച്ച കുട്ടികളുടെ സൗജന്യ ചികിത്സയ്ക്കായി കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി. ഉത്തരം ഓപ്ഷൻ സി മിഠായി. മിഠായി ആണ് പ്രമേഹം ബാധിച്ച കുട്ടികളുടെ സൗജന്യ ചികിത്സയ്ക്കായിട്ട് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി പ്ലാസ്മ. പ്ലാസ്മാവസ്ഥയിലാണ് പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ അതിൻ്റെ ഗതികോർജം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ അതിൻ്റെ ഗതികോർജത്തിന് വരുന്ന മാറ്റം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി 4 ഇരട്ടിയാകും. പ്രവേഗം 4 ഇരട്ടിയായിട്ട് കൂടും.
താഴെ പറയുന്നവയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സ് ഏത്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സ്. ഉത്തരം ഓപ്ഷൻ സി പ്രകൃതിവാതകം. പ്രകൃതിവാതകമാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സ്. താഴെ തന്നിരിക്കുന്നവയിൽ രണ്ടാം വർഗ ഉത്തോലകങ്ങളിൽ പെടാത്തത്. താഴെ തന്നിരിക്കുന്നവയിൽ രണ്ടാം വർഗ ഉത്തോലകങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി കത്രിക. കത്രികയാണ് രണ്ടാം വർഗ ഉത്തോലകങ്ങളിൽ പെടാത്തത്. കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണമായ ബലം. കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണമായ ബലം. ഉത്തരം ഓപ്ഷൻ ബി പ്ലവക്ഷമ ബലം. പ്ലവക്ഷമ ബലം മൂലമാണ് കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. അടുത്ത ചോദ്യം, 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. ഉത്തരം ഓപ്ഷൻ ബി അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയാണ് 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. ഇന്ത്യയുടെ 52-ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയുടെ 52-ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഉത്തരം ഓപ്ഷൻ ബി BR ഗവായി. BR ഗവായിയാണ് ഇന്ത്യയുടെ 52-ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതിക്ക് ഉദാഹരണം. ഉത്തരം ഓപ്ഷൻ സി വിനോദ നികുതി. വിനോദ നികുതി. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏത്? ഉത്തരം ഓപ്ഷൻ എ വിഴിഞ്ഞം. വിഴിഞ്ഞമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം. ഉജ്ജ്വല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഏത് വിളയുടെ സങ്കര ഇനമാണ് ഉജ്ജ്വല? ഉത്തരം ഓപ്ഷൻ ഡി മുളക്. മുളകിന്റെ സങ്കര ഇനമാണ് ഉജ്ജ്വല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ സി മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ളത്. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്ത ചോദ്യം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഉത്തരമഹാസമതലം. ഉത്തരമഹാസമതലമാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. ഭിലായ് ഇരുമ്പുരുക്ക് ശാലയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യം. ഭിലായ് ഇരുമ്പുരുക്ക് ശാലയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി റഷ്യ. റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് ഭിലായ്. സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ഫുട്ബോൾ. ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ് സന്തോഷ് ട്രോഫി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. ഉത്തരം ഓപ്ഷൻ എ CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. അടുത്ത ചോദ്യം, ലോക പ്രമേഹ ദിനം. ലോക പ്രമേഹ ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി നവംബർ 14. നവംബർ 14 ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത്. താഴെ പറയുന്നവയിൽ നിന്ന് സിങ്കിന്റെ അയിര് കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ നിന്ന് സിങ്കിന്റെ അയിര് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി കലാമിൻ. കലാമിനാണ് സിങ്കിന്റെ അയിര്. അടുത്ത ചോദ്യം, സൈബർ കുറ്റകൃത്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ നിയമം ഏത്? സൈബർ കുറ്റകൃത്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ നിയമം. ഉത്തരം ഓപ്ഷൻ എ IT ആക്ട് 2000. 2000-ലെ IT ആക്ടാണ് ഇന്ത്യയിൽ സൈബർ കുറ്റകൃത്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന തരംഗം ഏത്? ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന തരംഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി റേഡിയോ തരംഗം. റേഡിയോ തരംഗമാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏത്? താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി. ഉത്തരം ഓപ്ഷൻ എ കാഷെ മെമ്മറി. കാഷെ മെമ്മറിയാണ് കമ്പ്യൂട്ടറിലെ പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി. പോക്സോ ആക്ട് 2012 വകുപ്പ് 10 പ്രകാരം ഗുരുതരമായ ലൈംഗിക അതിക്രമത്തിന് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തടവ് ശിക്ഷ എത്രയാണ്? പോക്സോ ആക്ട് 2012-ലെ വകുപ്പ് 10 പ്രകാരം
ഗുരുതരമായ ലൈംഗിക അതിക്രമത്തിന് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തടവ് ശിക്ഷ? ഉത്തരം ഓപ്ഷൻ ബി 5 വർഷം. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തിനെയോ ബാധിക്കുന്ന വിവരങ്ങൾക്ക് മറുപടി നൽകേണ്ട സമയപരിധി. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തിനെയോ ബാധിക്കുന്ന വിവരങ്ങൾക്ക് മറുപടി നൽകേണ്ട സമയപരിധി. ഓപ്ഷൻ സി 48 മണിക്കൂർ. എൻ്റെ വക്കീൽ ജീവിതം ആരുടെ ആത്മകഥയാണ്? എൻ്റെ വക്കീൽ ജീവിതം എന്നത് ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ബി തകഴി ശിവശങ്കരപ്പിള്ള. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ വക്കീൽ ജീവിതം. ഉറൂബ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മലയാള സാഹിത്യകാരൻ. ഉറൂബ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മലയാള സാഹിത്യകാരൻ. ഓപ്ഷൻ സി പി സി കുട്ടിക്കൃഷ്ണൻ. പി സി കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന മലയാള സാഹിത്യകാരൻ. ഒരു ബിൽ മണിബില്ലാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? ഒരു ബില്ല് മണിബില്ലാണോ എന്ന് തീരുമാനിക്കുന്നതിനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ ഡി ലോക്സഭാ സ്പീക്കർ. ഒരു ബില്ല് മണിബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. പാർലമെന്ററി സമ്പ്രദായത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം. പാർലമെന്ററി സമ്പ്രദായത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം. ഓപ്ഷൻ സി ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടാണ് പാർലമെന്ററി സമ്പ്രദായത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം. ഇന്ത്യൻ പ്രസിഡന്റിന് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആര്? ഇന്ത്യൻ പ്രസിഡന്റിന് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്ന വ്യക്തി. ഓപ്ഷൻ ബി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. മഞ്ഞുതീനി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം. മഞ്ഞുതീനി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏത്? ഉത്തരം ഓപ്ഷൻ സി ചിനൂക്ക്. ചിനൂക്കാണ് മഞ്ഞുതീനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2026 ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2026 ആഗോള സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഓപ്ഷൻ എ 116. 116ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. KSRTCയുടെ ബ്രാൻഡ് അംബാസിഡർ. KSRTCയുടെ ബ്രാൻഡ് അംബാസിഡർ. ഓപ്ഷൻ സി മോഹൻലാൽ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISROയുടെ പദ്ധതി. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISROയുടെ പദ്ധതി. ഓപ്ഷൻ ബി ഗഗൻയാൻ. ഗഗൻയാൻ. 2026 ഫിഫ വേൾഡ് കപ്പിൽ ഗോൾഡൻ ബൂട്ട് നേടിയ താരം. 2026 ഫിഫ വേൾഡ് കപ്പിൽ ഗോൾഡൻ ബൂട്ട് നേടിയ താരം. ഓപ്ഷൻ സി കിലിയൻ എംബാപ്പെ. കിലിയൻ എംബാപ്പയ്ക്കാണ് 2026 ഫിഫ വേൾഡ് കപ്പിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ചത്. 4 തവണ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ മലയാള നടൻ. 4 തവണ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ മലയാള നടൻ. ഓപ്ഷൻ ബി മമ്മൂട്ടി. 23ാമത് കേരള ഗവർണർ ആര്? 23ാമത് കേരള ഗവർണർ. ഓപ്ഷൻ എ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് 23ാമത് കേരള ഗവർണർ. 79ാം സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായ ടീം. 79ാം സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായ ടീം. ഓപ്ഷൻ ഡി സർവീസസ്. അടുത്ത ചോദ്യം 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. ഉത്തരം ഓപ്ഷൻ എ ആർ വൈരമുത്തു. ആർ വൈരമുത്തുവിനാണ് 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി. ഓപ്ഷൻ ഡി കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുണ്ടായ സാഹചര്യം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുണ്ടായ സാഹചര്യം. ഉത്തരം ഓപ്ഷൻ ബി ചൗരി ചൗരാ സംഭവം. ഈവൻ ഇഫ് ഹി ഡസൻറ്റ് സ്റ്റഡി ഹി ഈസ് ഗോയിങ് ടു പാസ് ദി ടെസ്റ്റ്. Which kind of sentence is this? Even if he doesn't study, he is going to pass the test. Which kind of sentence is this? ഉത്തരം ഓപ്ഷൻ എ കോംപ്ലക്സ് സെൻറ്റൻസ്. A dash of sheep was crossing the road. A dash of sheep was crossing the road. Option A flock. I met him at dash Mumbai railway station. I met him at dash Mumbai railway station. Option D no article. I don't work hard dash. Option B do they. For the last 2 weeks I dash reading this book.
Option B, have been. Choose the correct plural form of criterion. Choose the correct plural form of criterion. Option A, criteria. Find out the correct synonym of admiration from the given below. Find out the correct synonym of admiration from the given below. Option D, praise. Find out the antonym of abstract. Find out the antonym of abstract. Option A, concrete. A big bug means. Option C, an important person. What is the meaning of the following phrasal verb? Put out. What is the meaning of phrasal verb put out? Option D, extinguish. തെറ്റായ പദം കണ്ടെത്തുക. ഇതിൽ ഓപ്ഷൻ ബി ആണ് തെറ്റായ പദം. സായുജ്യം എന്നല്ല, സായുജ്യം എന്നാണ് വരേണ്ടത്. അടുത്ത ചോദ്യം, ശരിയായ മലയാള പരിഭാഷ എഴുതുക. ശരിയായ മലയാള പരിഭാഷ എഴുതുക. A tree is known by its fruit. A tree is known by its fruit. ഓപ്ഷൻ സി, ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം. ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം. ഒറ്റപ്പദം എഴുതുക. വഞ്ചിക്കാൻ ആഗ്രഹമുള്ളവൻ. വഞ്ചിക്കാൻ ആഗ്രഹമുള്ളവൻ എന്നതിൻ്റെ ഒറ്റപ്പദം എഴുതുക. ഓപ്ഷൻ ഡി, ദിപ്സു. ദിപ്സു എന്നാണ് വഞ്ചിക്കാൻ ആഗ്രഹമുള്ളവൻ എന്നതിൻ്റെ ഒറ്റപ്പദം. പര്യായ പദം എഴുതുക. മകൾ. മകൾ എന്നതിൻ്റെ ശരിയായ പര്യായ പദം ഏതെന്ന് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ എ, അർഭക. അർഭക എന്നതാണ് മകൾ എന്നതിൻ്റെ ശരിയായ പര്യായ പദം. തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്ന വിപരീത പദങ്ങളിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടുപിടിക്കുക. ഓപ്ഷൻ ബി ആണ് തെറ്റായ ജോഡി. വിവൃതത്തിൻ്റെ വിപരീത പദം അവൃതമല്ല, സംവൃതം. സംവൃതം എന്നതാണ് വിവൃതത്തിൻ്റെ വിപരീത പദം. തന്നിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം. താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം. നെയ്യിൽ കൈമുക്കുക. നെയ്യിൽ കൈമുക്കുക എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ ഡി, സത്യം ചെയ്യുക. അന്തർജനം എന്ന വാക്കിൻ്റെ പുല്ലിംഗം കണ്ടെത്തുക. അന്തർജനം എന്ന വാക്കിൻ്റെ പുല്ലിംഗം കണ്ടെത്തുക. ഓപ്ഷൻ എ, നമ്പൂതിരി. നമ്പൂതിരി എന്നതാണ് അന്തർജനം എന്ന വാക്കിൻ്റെ പുല്ലിംഗം. പിരിച്ചെഴുതുക. ജനാവലി. ജനാവലി എന്ന വാക്ക് പിരിച്ചെഴുതുക. ഉത്തരം ഓപ്ഷൻ സി, ജന പ്ലസ് ആവലി. ജന പ്ലസ് ആവലിയാണ് ജനാവലി. അർത്ഥവ്യത്യാസം കണ്ടെത്തി എഴുതുക. കഥനം, ദുഃഖം, കഥനം എന്നതിൻ്റെ അർത്ഥം എന്തെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി, പറച്ചിൽ. പറച്ചിൽ എന്നതാണ് കഥനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി, മദ്യപിച്ച പ്രതിയെ ന്യായാധിപൻ ശിക്ഷിച്ചു. മദ്യപിച്ച പ്രതിയെ ന്യായാധിപൻ ശിക്ഷിച്ചു എന്നതാണ് ശരിയായ പ്രസ്താവന. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.